Hi future doctors, sexual reproduction in flowering plants നീറ്റിൽ നല്ല ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഹൗ മെനി മിയോട്ടിക് ഡിവിഷൻസ് ആർ റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് 100 ഫങ്ഷണൽ മെഗസ്പോർസ്? അപ്പോൾ ഇത് ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വെരി ക്ലിയർലി മെഗസ്പോറോജെനസിസിനെ കുറിച്ചാണ്. എത്ര മിയോസിസ് നടക്കുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, കോൺസെപ്റ്റ് അറിയുന്നവരാണെങ്കിൽ ഉടനെ തന്നെ മക്കൾ പറയും ഒരു മെഗസ്പോർ മദർ സെൽ അല്ലെ, 2 മിയോസിസ് നടത്തുന്നുണ്ട്. മിയോസിസ് 1, അതായത് ഒരു മിയോസിസ് എന്ന് പറയുന്നത് മിയോസിസ് 1 മിയോസിസ് 2 ചെയ്യുന്നതാണല്ലോ. ഇറ്റ് ഇസ് റിഡക്ഷണൽ ഡിവിഷൻ, റൈറ്റ്? അപ്പോൾ മിയോസിസ് 1 കഴിയുമ്പോൾ നമുക്കൊരു മെഗസ്പോർ ഡയഡ് കിട്ടും. അത് കഴിഞ്ഞ് മിയോസിസ് 2, അത് കഴിയുമ്പോൾ നമുക്കൊരു മെഗസ്പോർ ടെട്രാഡ് കിട്ടും. ഇസ്ന്റ് ഇറ്റ്? യെസ്. അതിൽ 3 പേരെന്താവും? ഡീജനറേറ്റ് ആയി പോകും. And only one remains as the functional megaspore, isn't it? ആ functional megaspore ആണ് പിന്നീട് embryo sac ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ നമുക്കറിയാം 100 functional megaspores കിട്ടാൻ ഇവിടെ 100 megaspore mother cells 100 mitotic divisions നടത്തിയാൽ മാത്രമേ നമുക്ക് 100 functional megaspores കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ 100 ആണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി ഇതുപോലത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയാലോ. ടോട്ടൽ നമ്പർ ഓഫ് മിയോട്ടിക് ഡിവിഷൻസ് റിക്വയർഡ് ഫോർ ഫോമിങ് 100 ഗ്രെയിൻസ് ഓഫ് വീറ്റ്. ഓക്കെ, ഇത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും ഓക്കെ മിയോസിസ് പിന്നെ മെഗസ്പോറോജെനസിസ്. അപ്പോൾ വീറ്റ് നമ്മൾ പെട്ടെന്ന് കാണുമ്പം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കില്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ഫ്രൂട്ടിന്റെ കേസാണെന്ന്. ഓക്കെ, ഓൾവേസ് റിമെമ്പർ ചിൽഡ്രൻ, നീറ്റിലൊക്കെ നമ്മൾ ആൻസർ ചെയ്യുമ്പം നമ്മൾ ക്വസ്റ്റ്യനിൽ ആദ്യം നോക്കേണ്ടത് വാട്ട് ഈസ് ദി എക്സാമിനർ വാണ്ട്സ് ഫ്രം മീ. ഈ ക്വസ്റ്റ്യനിൽ നിന്നും ഞാൻ എന്ത് കൺക്ലൂഷൻ കൊടുക്കണം എന്നാണ്, എന്ത് ആൻസർ കൊടുക്കുന്നതാണ് എക്സാമിനർ ആഗ്രഹിക്കുന്നത്. സോ പ്ലീസ് റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. അപ്പോൾ നമ്മൾ എപ്പോഴും നോട്ടീസ് ചെയ്യാണ്ട് പോകുന്നതാണ് 100 ഗ്രെയിൻസ് ഓഫ് വീറ്റ് എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. വീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫ്രൂട്ട്, കാരിയോപ്സിസ് ആണ് അല്ലേ. ഇറ്റ് ഈസ് എ ഫ്രൂട്ട്, അതായത് മോണോക്കോട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് എ സീരിയൽ. കറക്റ്റ്, സീരിയൽ ആണ്. അതായത് ഇവിടെ സീഡ് കോട്ടും ഫ്രൂട്ട് ബോളും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് ഇതിൽ ഇരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കറക്റ്റ്. ആൻഡ് ഫ്രൂട്ട് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ കഴിയുമ്പം ഓവറി ആണ് എന്തായിട്ട് മാറുക? ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഓവ്യൂള് സീഡായിട്ട് മാറും. പക്ഷെ മോണോകോട്സിൽ ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എത്ര മിയോട്ടിക് ഡിവിഷൻ വേണം? അപ്പോൾ മെഗസ്പോറോജെനസിസിന്റെ കാര്യം തന്നെയാണ്. അപ്പോൾ ഫ്രൂട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞപ്പോൾ ഫോം ചെയ്തു. അതിൻ്റെ ഉള്ളിൽ സീഡ് ഉണ്ട്, ആസ് ഇൻ ഈ മോണോക്കോട്ട് ആയതുകൊണ്ട് സീഡ് കോട്ടും ഫ്രൂട്ട് ബോളും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഇരിക്കുകയാണ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എംബ്രിയോ ഉണ്ട്. എംബ്രിയോ വന്നിരിക്കുന്ന എന്തിൽ നിന്നാണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടായ സൈഗോട്ടിൽ നിന്നാണ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഈ സൈഗോട്ട് ഉണ്ടാവണമെങ്കിൽ ഒരു മെയിൽ ഗാമേറ്റും ഫ്യൂസ് ചെയ്യണം, ഇസ്ന്റ് ഇറ്റ്? ഒരു മെയിൽ ഗാമറ്റ് ഒരു ഫീമെയിൽ ഗാമറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യണം, isn't it? Yes. അപ്പോൾ ഈ 2 ഗാമറ്റ്സിനെ കിട്ടണമെങ്കിലാണ് നമ്മൾ ഈ പ്രോസസ്സ് നടത്തുന്നത്. മെയിൽ ഗാമറ്റോഫൈറ്റ്, മെയിൽ ഗാമറ്റിനെ കൊണ്ടുവരുന്ന മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ് പോളൻ ഗ്രെയിൻ. കറക്റ്റ്. യെസ്. ഇവിടെ എംബ്രിയോ സാക്ക്. പോളൻ ഗ്രെയിൻ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് മൈക്രോസ്പോറോജെനസിസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെൽ അല്ലേ. ഇവിടെ നമുക്ക് വേണ്ടത് എത്രയാണ്? 100 എണ്ണം വേണം. അപ്പം 100 സീഡ്സ് വേണം, 100 എംബ്രിയോസ് വേണം, 100 സൈഗോട്സ് വേണം. കറക്റ്റ്. യെസ്. അപ്പോൾ ഇവിടെയും 100 ഫ്യൂസ് ആവണ്ടേ? 100 മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്താലല്ലേ നമുക്ക് 100 സൈഗോട്സ് കിട്ടുള്ളൂ, ഇസ്ന്റ് ഇറ്റ്? യെസ്. അപ്പോൾ ഇവിടെയും 100 വേണം. അങ്ങനെയാണെങ്കിൽ പോളൻ ഗ്രെയിനിലാണല്ലേ, അപ്പോൾ നമുക്ക് 100 പോളൻ ഗ്രെയിൻ വേണം. ഇവിടെയോ 100 എംബ്രിയോ സാക്ക് വേണം. കറക്റ്റ്. യെസ്. അപ്പോൾ നമുക്ക് 100 പോളൻ ഗ്രെയിൻ കിട്ടണമെങ്കിൽ നമ്മൾ മൈക്രോസ്പോറോജെനസിസിൽ പഠിച്ചിട്ടുണ്ട്, ഒരു പോളൻ മദർ സെൽ അല്ലേ എന്ത് നടത്തുന്നുണ്ട്? മിയോസിസ് നടത്തും. മിയോസിസ് 1 and 2 നടത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു മൈക്രോസ്പോർ ടെട്രാഡ് ആണ് അല്ലേ, 4 എണ്ണം. അതിൽ ഓരോന്നും ഒരു പോളൻ ഗ്രെയിൻ ആയിട്ട് മെച്ചർ ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം അതായത് ഒരു പോളൻ മദർ സെൽ മിയോസിസ് നടത്തി കഴിയുമ്പോൾ ഓക്കെ ത്രൂ 1 മിയോസിസ് വി ഗെറ്റ് 4 മീൻസ്. അപ്പോൾ 100 കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 100 ഡിവൈഡഡ് ബൈ 4 അല്ലേ, അതായത് 25 മിയോട്ടിക് ഡിവിഷൻസ് ഇവിടെ നടക്കണം. 25 മിയോട്ടിക് ഡിവിഷൻസ് നടന്നാൽ മാത്രമേ നമുക്ക് 100 പോളൻ ഗ്രെയിൻസ് കിട്ടുള്ളൂ. കറക്റ്റ്. ഇവിടെയാണെങ്കിലോ സിമിലർ കേസിൽ ഇവിടെ നമ്മുടെ മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് നടത്തുന്നുണ്ട്. ഒരു മിയോസിസ് നമുക്ക് തരുന്ന ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ആണ്. അപ്പോൾ ഇവിടെ 100 മെഗാസ്പോർ മദർ സെല്ല് 100 മിയോസിസ് നടത്തിയാൽ മാത്രമേ നമുക്ക് 100 എംബ്രിയോസ് ആക്കി കിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ 100 കറക്റ്റ് പ്ലസ് ഇവിടുത്തെ
25. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എത്രയായിരിക്കും? 125 മിയോട്ടിക് ഡിവിഷൻസ് വേണം. കറക്റ്റ്? യെസ്. എന്നാൽ മാത്രമേ നമുക്ക് 100 ഗ്രെയിൻസ് ഓഫ് വീറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതൊരു വളരെ സില്ലി ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മളിത് ചെയ്യുമ്പം ഇങ്ങനെ ആലോചിച്ച് മനസ്സിലാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിൽ ആൻസർ ചെയ്യുമ്പം ഒരു പ്രോബ്ലം വരില്ല. അപ്പോൾ ഐ ഹോപ്പ് യു വിൽ സ്റ്റാർട്ട് നോട്ടീസിങ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ് ചിൽഡ്രൻ. ഓൾ ദ വെരി ബെസ്റ്റ്.